ജോഷി മാത്യുവിന്റെ പടത്തില് ഞാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി എന്നോട് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മനോജ് ജയന്റെ ആ ക്യാരക്ടർ എൻ്റെ ഒരു ഓർമ്മയിൽ പൗലോന്നോ അങ്ങനെ എന്തോ ഒരു ആണ് പുള്ളി ഒരു മറ്റേ ഒരു പ്രത്യേക തരം ബൈക്കിൽ യാത്ര ചെയ്യുന്നൊരു എൻ്റെ ഒരു പഴയ CD കണ്ടോ അത് ഞാനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാൻ അങ്ങനെ കൺവെർട്ട് ചെയ്താണ് അങ്ങനെ ആക്കിയത്. ഞാൻ പുള്ളിയോട് പറഞ്ഞു അങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. പുള്ളി സ്കൂട്ടറാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ഒരു ബൈക്കായാൽ കുറച്ചുകൂടെ നന്നാവും. ഒരു ബൈക്കിൽ ഇങ്ങനെ ഇതാക്കിയത് ഞാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു ഇത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വർക്ക്ഷോപ്പിൽ അടിമാലിയിൽ ഒരു വർക്ക്ഷോപ്പിൽ പഴയ എൻ്റെ ഒരു CD കണ്ടർ ഉണ്ടായിരുന്നു. അത് കൊണ്ടായിട്ട് അതിന് നമ്മളൊരു വേറൊരു ഗ്രേ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇതിനൊരു ഇതൊക്കെ ഉണ്ടായി. പുള്ളിയുടെ ഒക്കെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഭയങ്കരമായിട്ടുണ്ട്. മനോജിനെ ഒന്ന് കാണിച്ചിട്ട് പുള്ളി ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് നോർമലി എന്താ അതിന് പറയണേ ഇങ്ങനത്തെ ഒരു ഈ കരിയറുള്ളൊരു വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ നമ്മളെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എത്ര സ്ട്രഗിൾ എടുത്താണ് ഇവരുടെ ഈ വണ്ടി ഓടിക്കുന്നത്. കാരണം നമ്മളൊരു 2 വീലർ ഓടിക്കുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയല്ലേ ഇത്. ഇതിന്റെ ഇപ്പുറത്തെ ഒരു വെയിറ്റ് ഉണ്ട്. അത് ആളിരുന്നാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ ആളില്ലെങ്കിൽ അല്ലാതെ ഇവർ ഓടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ബാലൻസിങ് ഭയങ്കര ഇതുണ്ട്. ഞാനത് കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചു നോക്കി കുറച്ച്. പിന്നെ നമ്മൾ സ്റ്റീപ്പറായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഓടിച്ചു നോക്കിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഞാൻ വർക്ക്ഷോപ്പുകാരനോട് വീണ്ടും ചേട്ടാ അപ്പം മറ്റേ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞിട്ട് റിയൽ ആയിട്ടൊരു വണ്ടി എനിക്ക് ഓടിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ അതും സെയിമാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഇത്ര ടഫാണോ ഈ സാധനം ഓടിക്കാൻ. അത്ര ഈസി അല്ല.